Hi friends, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റണ്ണിങ് വിത്ത് വിപ്ഡ് സ്റ്റിച്ചാണ്. ഓക്കെ, ഇത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ തന്നെ വേരിയേഷൻസിൽ വരുന്ന ഒരു സ്റ്റിച്ചാണ്. ഓക്കെ, റണ്ണിങ് സ്റ്റിച്ചാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ സബായിട്ട് വരുന്ന കുറച്ച് സ്റ്റിച്ചസാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റണ്ണിങ് വിത്ത് വിപ്ഡ് സ്റ്റിച്ച്. അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒരു ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് എന്താക്കുക, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 6 strands ഉണ്ടാവും. അതിൽ നിങ്ങൾ എന്താക്കുക, 3 മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ആദ്യം അതിനെ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് 3 strands മാത്രം എടുക്കുക. ഓക്കെ, 3 strands എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിനാദ്യം എന്ത് ചെയ്യാം, സൂചിയിലേക്ക് നൂലിടുക. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഒരു ഭാഗം മാത്രം നമ്മൾ ടൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് വിരലിങ്ങനെ ചുറ്റിട്ട് ഓക്കെ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് നമുക്കിവിടെ എഴുതി വെക്കാം, ഒരു ലൈന് വരക്കാം. ഓക്കെ, ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, തൊട്ടടുത്ത ബിൽഡിങ് പൊളിക്കുകയാണ്, സോറി. ഓക്കെ, അപ്പം സ്റ്റിച്ചിൻ്റെ പേര് ഇവിടെ എഴുതി വെക്കാണ്. നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് റണ്ണിങ് വിത്ത് വിപ്ഡ്. ഓക്കെ, അപ്പം അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓക്കെ ഈ രീതിയിൽ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. നമ്മളിപ്പോൾ എടുത്ത കളറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളർ, അല്ലെങ്കിൽ ഇപ്പം ഡാർക്ക് കളർ എടുത്തെങ്കിൽ അതിൻ്റെ തന്നെ ലൈറ്റ് കളർ ഉണ്ടാവുമെങ്കിൽ അത്, പിന്നെ എങ്ങനെ കളർ കോമ്പിനേഷൻ നോക്കിയിട്ട്, അതായത് ഇപ്പോൾ യെല്ലോ ഗ്രീൻ നല്ലൊരു കോമ്പിനേഷനാണ്, അങ്ങനെ റെഡ് ഗ്രീൻ, അങ്ങനെ നല്ല കോമ്പിനേഷൻ നോക്കിയിട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ നല്ല പേർപ്പിൾ പോലത്തെ ഒരു കളറാണ് എടുത്തിട്ടുള്ള, അതിന് പിങ്ക് കളറാണ് ഞാൻ ലൈറ്റ് കളറായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ നീഡിൽ ജസ്റ്റ് താഴെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ജസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പം സെയിം റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ പുതിയ നൂലുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നീഡിലിൻ്റെ ഫ്രണ്ട് സൈഡ് എടുക്കില്ല, നമ്മൾ നൂല് കോർക്കാൻ എടുക്കുന്ന സൈഡ് എടുക്കുന്നത്, ആ ഭാഗം കൊണ്ടാണ് ബാക്കി ചെയ്യാൻ പോകുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അങ്ങനെ എടുത്തത്. ഓക്കെ, ഈ ബാക്ക് സൈഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കൂടി താഴേന്ന് മേലോട്ടേക്ക് ഇടുക. ഓക്കെ, അങ്ങനെ ഇടുന്ന നേരം നമ്മുടെ നൂലിൻ്റെയോ തുണിക്കോ ഈ സൂചി തട്ടാൻ പാടില്ല, അതായത് തുണിയിൽ കൂട്ടിച്ചേർത്ത് തുന്നാൻ പാടില്ല, അതുപോലെ നൂലിലും കൂടിച്ചേരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്യാപ്പിൽ താഴേന്ന് മേലോട്ടേക്ക് മാത്രം ഓക്കെ ഇങ്ങനെ തുന്നിയെടുക്കുക. ഓക്കെ, വേണ്ടില്ല, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് നമുക്കിപ്പോൾ ചുരിദാറിൻ്റെ നെക്കിന് കയ്യിലൊക്കെ ഡിസൈനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇപ്പോൾ എംബ്രോയ്ഡറി ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ പേരൊക്കെ എഴുതുക, എന്തെങ്കിലും വേർഡ്സൊക്കെ എഴുതുന്നേരം ഈ ഒരു രീതിയിൽ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് പറയുന്ന പേര് റണ്ണിങ് വിത്ത് വിപ്ഡ്. ഓക്കെ,
ഓക്കെ, ലാസ്റ്റ് സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മേലയിൽ നോട്ട് ഇടരുത്. ഓക്കെ, മേലയിൽ സൂചി കുത്തരുത്. ഈ ഒരു സൈഡിൽ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് അവസാനിച്ച അവിടെ തന്നെ എന്ത് ചെയ്യാം, ഇതും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോട്ട് ഇടുക. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തു, റണ്ണിങ് വിത്ത് വിപ്പ്ഡ് സ്റ്റിച്ച്. ഓക്കെ, എന്ത് ചെയ്യുക, ബാക്കിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. നോട്ട് ഇടുന്നൊന്നും വിശദമായിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചത് തന്നതാണ്. പിന്നെ വീണ്ടും അത് കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ സ്റ്റിച്ച് റണ്ണിങ് വിത്ത് വിപ്പ്ഡ്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്കിത് ഈ പിക്ചറിൽ മഷ്റൂം ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗവും ഇതൊക്കെ വന്നിട്ട് എന്താണ്, റണ്ണിങ് വിത്ത് വിപ്പ്ഡാണ് ചെയ്തിട്ടുള്ളത്. ഇത് ടൈറ്റ് വിപ്പ്ഡ്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് റണ്ണിങ് വിത്ത് ടൈറ്റ് വിപ്പ്ഡ്. ഓക്കെ, ഇതൊക്കെ റണ്ണിങ് വിത്ത് വിപ്പ്ഡ് സ്റ്റിച്ചിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ റണ്ണിങ് വിത്ത് വിപ്പ്ഡ് സ്റ്റിച്ച് കാണിച്ചു തരാം.